ഐസു ആദ്യമായിട്ട് അവൻ്റെ വല്യപ്പാനെ കാണാൻ പോകുന്ന ദിവസമായിട്ടൊന്ന് എന്താകും എന്തോ. പോവുകയാണെന്ന് കേട്ടപ്പോൾ തന്നെ മൂപ്പരാദ്യം റെഡിയായി മുന്നിലിറങ്ങിയിരുന്നു. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും അവരെത്തി. അങ്ങനെ സിനോൻ്റെ കൂടെ തന്നെ അവന് കയറിയിരുന്നത്. പിന്നെ ഫുള്ള് മേമക്കുട്ടിയായിരുന്നു. പ്രവാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുള്ളിലൊരു വേദനയാണല്ലേ. പിന്നെ തിരിച്ച് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് ഉള്ളിലൊരു ഭയങ്കര സന്തോഷമായിരിക്കും. ആ ഒരു ആവേശം സന്തോഷമാണ് ഞങ്ങൾ മുഖത്ത് പൊങ്ങാൻ കാണുന്നത്. പ്രതീക്ഷിക്കാത്ത ഒരാളും കൂടെ വണ്ടിയിലുണ്ടായിരുന്നു, കുഞ്ഞിക്കുട്ടി. ആ മുന്നിൽ കോന്ത്രമ്പല്ലും കാട്ടിയുള്ള ചിരി, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അങ്ങനെ ഞങ്ങൾ ചുരമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു പാലവും പുഴയൊക്കെ ഞങ്ങൾ കണ്ടുപെടുന്നത്. കുളിമാട് പാലം. എന്തായാലും ഡ്രൈവറെ കൊണ്ട് വണ്ടിയൊക്കെ നിർത്തിച്ച് ഞങ്ങൾ ഇറങ്ങി. ഒന്ന് ഊരെ നിവർത്താമെന്ന് വിചാരിച്ച് എല്ലാവരും കൂട്ടി അവിടെ ഇറങ്ങി. അപ്പോഴാണ് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു അത്. നല്ല വ്യൂവും നല്ല അന്തരീക്ഷമുള്ള. എല്ലാവരും ഇറങ്ങി അതിൻ്റെ ഒത്ത നടുക്കൊക്കെയായി നടന്നു. കല്യാണവും കൂടി വരുന്ന വരവ്, അതുകൊണ്ട് തന്നെ ബിരിയാണി കഴിച്ച ക്ഷീണം മുഖത്ത് നല്ലോണം ഉണ്ട്. അപ്പോഴാണ് ആ കാഴ്ച ഞങ്ങളെ കണ്ണിൽപ്പെട്ടത്. ഒരു മരത്തിൽ 2 വവ്വാലുകൾ അവരവരുടേതായ ലൈഫിൽ ഭയങ്കരമായി എൻജോയ് ചെയ്യുക. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ ഓരോ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു പാലത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ടീ ഷോപ്പും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ ചായയും പറഞ്ഞു, ഓരോ കടികളും പറഞ്ഞു. ചായയുടെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഉപ്പിലിട്ടത് വാങ്ങിച്ചു. വണ്ടിയിൽ നിന്ന് പൊറിക്കാമല്ലോ. ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് തന്നെ വെല്ല വന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ മെല്ലെ പോയുള്ളൂ. പക്ഷെ അപ്പോഴല്ലേ രസം. വഴിയിൽ ബ്ലോക്കായി. പാർട്ടിയുടെ സമ്മേളന പരിപാടിയായിരുന്നു അത്രേ. പിന്നെ കുറേ നേരം അവിടെ തന്നെ ഓരോ കൊട്ടും മേടും ഒക്കെ ഐസിന് ഭയങ്കര ആവേശമായി. പിന്നെ അങ്ങനെ ഒരുവിധം അതും കടന്ന് ഞങ്ങൾ അങ്ങോട്ട് പോന്നു. പിന്നെ ഞങ്ങൾ എയർപോർട്ടിലെത്തിയപ്പോൾ പിന്നെ ഐസിന് ഫ്രീ ആയി. എല്ലാവരെ കണ്ടുള്ള ഹായ് കുറച്ചിലും ഫ്രീ ആയി കിട്ടിയ സന്തോഷമായിരുന്നു. പുറത്താകുമ്പോൾ എടുക്കാൻ മറക്കരുത് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ മേമ, അതായിരുന്നു ഐസിന്. ഐസിൻ്റെ പുറകെയാണ് നടക്കലായിരുന്നു സിനുവിൻ്റെ പണി. ഉമ്മച്ചിൻ്റെ മുഖത്ത് അനന്തക്കണ്ണീരുണ്ടോ നോക്കലായിരുന്നു വാവി. കരയമ്മയെ കരയമ്മയെ എന്ന് പറഞ്ഞിട്ടുള്ള കളിയാക്കലും. പിന്നെ ഉപ്പച്ചിനെ കാണാനുള്ള ആവേശത്തിലും സന്തോഷത്തിലും. 2 കൊല്ലത്തിന് ശേഷം വരെ മുട്ടിനെ കെട്ടിക്കാനാണ് എനിക്ക് കിട്ടിയൊരു കുട്ടിയായിട്ടും മൂപ്പര പ്രവാസം നിർത്തിയിട്ടില്ല. ഉച്ചാ പറയും ഇനി സിനുവിനെയും കൂടെ ഇറക്കട്ടെ എന്ന്. പിന്നെ അതല്ലായിരുന്നു കേട്ടോ കോമഡി. സിനു ഉപ്പാനെ മാറ്റിയിട്ടുണ്ട്. അനാൻഷാൻ്റെ ഉപ്പാനും ഉമ്മാനെയും കണ്ട സന്തോഷത്തിൽ ഓരോ പുറകെ പോന്ന് പിന്നെ ട്രോളലായി. എന്തായാലും ഉപ്പച്ചിനെ കണ്ടപാട് പിന്നെ ഐസു പരിചയക്കുറവൊന്നും അല്ലാണ്ട് വേഗം അടുത്തു പോയി. പിന്നെ ഫുള്ള് ഉപ്പച്ചിൻ്റെ ഒപ്പം തന്നെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് പിന്നെ ഞങ്ങളൊരു ടേക്ക് ഓഫ് ഒക്കെ കണ്ട്. അതിലും ഉണ്ടാവില്ല ഒരുപാട് പ്രതീക്ഷകളും കയറി പോകുന്നവർ. എന്തായാലും സംഭവമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ പിന്നെ പെട്ടി ഒളിക്കാനുള്ള തിരക്കായി. മേമക്ക് വിട്ടുകൊടുക്കൂലായിരുന്നു. പെട്ടിയും കൈക്കലാക്കി ഇരിക്കുക. അപ്പോൾ പേരക്കുട്ടി, ഇതാണ് ഞങ്ങളെ കുട്ടിത്തം മാറാത്ത കുട്ടി മേമ. പിന്നെ ആ ഒരു തമ്മിലുള്ള അടിയും കളിയും ചിരി തന്നെ. പെട്ടി കളിക്കാൻ പിന്നെ 2 ആൾ തന്നെയായിരുന്നു മെയിൻ. ഒരു തലക്കുന്ന സിനു ആണെങ്കിലും മറ്റേ തലക്കുന്ന ഐസു. ആദ്യമൊക്കെ ക്ഷമയോടെ മൂപ്പര് നോക്കി നിന്നെങ്കിലും ഇതിങ്ങനെയൊന്നും അല്ല മേമയെന്നും പറഞ്ഞു പിന്നെ മൂപ്പരെ വിളിക്കലായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിടിവലിയായിരുന്നു. ഒരാൾ ഒരു ഭാഗം പൊട്ടിയും മറ്റാൾ മറുഭാഗം വലിച്ചിടുക. അങ്ങനെ ഫൈനലി പെട്ടി വിളിക്കലൊക്കെ കഴിഞ്ഞ് ആദ്യം ഉമ്മച്ചിക്കുള്ള ജ്യൂസ് ചാറും കെറ്റിലും അങ്ങോട്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾക്കുള്ള മിഠായികളായിരുന്നു അധികവും. അപ്പോൾ ഒരു മിഠായി കിട്ടിയ സന്തോഷത്തിലാണ് ഐസു. അപ്പോൾ വേറെ വിശേഷങ്ങളായി വീണ്ടും കാണാം.